നമുക്കിന്ന് നോക്കേണ്ടത് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് ആണ്. അതായത് നോർമൽ നമ്പറുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്, രണ്ട് വെക്ടറുകൾ തമ്മിൽ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. അതിനകത്ത് മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഓക്കെ, ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്, രണ്ട് ക്രോസ് പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് ക്രോസ് പ്രോഡക്റ്റ്. ക്ലിയർ ആണോ പറയുന്ന കാര്യം? അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, രണ്ട് വെക്ടറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, എ എന്ന് പറയുന്ന വെക്ടർ. ബി എന്ന് പറയുന്ന വെക്ടർ വേറെ ഡയറക്ഷനിലേക്ക് പോകുന്നു. രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? എന്താണ് ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റയാണ് ഇവർ തമ്മിലുള്ള ആംഗിൾ. അതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു എന്താ എഴുതിയേക്കുന്നത്? എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. എങ്ങനെ മോഡുലസ് എ കാണുന്നത്? എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ്. അപ്പോൾ ഇവർ അതിൻ്റെ താഴെ തന്നെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? രണ്ട് വെക്ടറുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. രണ്ട് വെക്ടറിൻ്റെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. എന്താണ്? രണ്ട് വെക്ടർ ഉണ്ട്, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ട്. അവരുടെ വെക്ടർ A1i പ്ലസ് A2j പ്ലസ് A3k, മറ്റത് B1i പ്ലസ് B2j പ്ലസ് B3k ആണെങ്കിൽ ഉള്ള കാര്യം അവർ ഇത് അടുത്ത ലൈനിൽ പഠിക്കാനുള്ള കാര്യമാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. അതിനകത്ത് മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 സ്ക്വയർ ആണോ? മോഡുലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് B3 സ്ക്വയർ. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടറുകളുണ്ട്. ഒരു വെക്ടർ A1i പ്ലസ് A2j പ്ലസ് A3k, മറ്റേ വെക്ടർ B1i പ്ലസ് B2j പ്ലസ് B3k ആണെങ്കിൽ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല. ഇത് ഞാൻ പിന്നീട് പറയാം. ഇത് എനിക്ക് ഫൈനലി പറയേണ്ട കാര്യമാണ്. അത് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയാം. എ ഡോട്ട് ബി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും. അതായത് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, if a and b two non-zero vectors a dot b equal to 0 if a and b are perpendicular to each other. അതായത് നിങ്ങളുടെ കയ്യിൽ രണ്ട് വെക്ടർ ഉണ്ട്. ഒരാൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അതായത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബൈ ദ ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മോഡുലസ് എ മോഡുലസ് ബി കോസ് 90. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എ ഡോട്ട് ബി എന്താവും? ഓട്ടോമാറ്റിക്കലി എ ഡോട്ട് ബി എന്താവും? 0 ആവുമല്ലോ. അടുത്തത് ഇവർ തമ്മിൽ പാരലാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു വെക്ടർ എ ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ അതേ ലൈനിൽ തന്നെ വെക്ടർ പോകുന്നു, ബി എന്ന് പറയുന്ന വെക്ടർ പോകുന്നു. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി വരുമ്പോൾ അതിൻ്റെ ആംഗിൾ വാല്യൂ എത്രയായിരിക്കും? കോസ് 0യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പോൾ എ ഡോട്ട് ബി എന്തായിരിക്കും തന്നെ? മോഡുലസ് എ മോഡുലസ് ബി കോസ് 0 1. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിൽക്കും, ഇവിടെ വെച്ച് തന്നെ നിൽക്കും. ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തീറ്റ ഈക്വൽ ടു പൈ വരുന്ന സിറ്റുവേഷൻ എന്താ? ഒരു വെക്ടർ ഇങ്ങോട്ട് പോകുന്നു, ഒരു വെക്ടർ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എ ഡോട്ട് ബിയുടെ വാല്യൂ എത്രയാണ്?
മോഡുലസ് എ മോഡുലസ് ബി കോസ് 180. കോസ് 180യുടെ വാല്യൂ എത്രയാണ്? -1. സോ അപ്പോൾ എന്തായിരിക്കും എൻ്റെ വാല്യൂ? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു -a മൈനസ് ഓഫ് മോഡുലസ് എ മോഡുലസ് ബി അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ്. ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ. അതായത് യൂണിറ്റ് വെക്ടറുകൾ തമ്മിൽ ഒരേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അതിൽ ഡൗട്ടുണ്ടോ? ഇല്ല, ഡൗട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മുടെ കയ്യിലൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു വെക്ടർ ഉണ്ട്. ഏതാ വെക്ടർ? എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. എൻ്റെ കയ്യിൽ ബി എന്ന് പറയുന്ന വേറൊരു വെക്ടർ ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു വെക്ടർ ഉണ്ട്. അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. എ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3k ആണ്. ക്ലിയർ അല്ലേ? ബി എന്ന് പറയുന്നത് B1i പ്ലസ് B2j പ്ലസ് B3k. ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ തീറ്റ നമുക്ക് തന്നിട്ടില്ല. നമ്മളോട് പറയുന്നത് തീറ്റ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓൾറെഡി ഇവർ രണ്ടുപേരെയും തന്നിട്ടുണ്ട്. ദേ ആർ ആസ്കിങ് ടു ഫൈൻഡ് തീറ്റ. നമ്മളോട് തീറ്റ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഫ്രം ദ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് എ മോഡുലസ് ബി ചെയ്യാം. പക്ഷെ അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ട്, എന്താണ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഇതിൻ്റെ ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. മോഡുലസ് എ മോഡുലസ് ബി എങ്ങനെയാണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടത് എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഐ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ജെ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെ കമ്പോണൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വരും ഫസ്റ്റ്. ക്ലിയർ അല്ലേ? ഈ A1iനെ പക്ഷെ ആരുമായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ശരിക്കും ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഷനിൽ വരുമ്പോൾ B2j ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ ഐ ടൈംസ് ജെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഐ ഡോട്ട് ജെ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? ഇവിടെ പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ 0. അപ്പോൾ ആ ടേം ഞാൻ എടുക്കുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്, ഈ A1iനെ B1iയും B2jയും B3k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം A2jനെയും ഇതുപോലെ, അതുപോലെ A3kനെയും ഇതുപോലെ 3 ടൈമുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്കറിയാം ആൻസർ കിട്ടുന്നത് ഏതിനു വേണ്ടി മാത്രമായിരിക്കും? ഞാൻ പറഞ്ഞ I2i J2j K2k ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ. മറ്റതെല്ലാം 0 പോകും. സോ A2B2 പ്ലസ് A3B3. ക്ലിയർ ആണോ? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, 2i പ്ലസ് 3j പ്ലസ് 4k. ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, i പ്ലസ് ജെ പ്ലസ് 2k വാട്ടവർ. സോ എന്നോട് എ ഡോട്ട് ബി ജസ്റ്റ് കാണാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആംഗിളില്ല, ചുമ്മാ എ ഡോട്ട് ബി കാണാൻ പറയുകയാണ്. അവരുടെ ഉദ്ദേശം എ ഡോട്ട് ബി കാണുക എന്നുള്ളതാണ്. ആംഗിൾ ഉണ്ടെങ്കിൽ കാണേണ്ട ഇക്വേഷൻ വേറെയാണ്, അത് ഓൾറെഡി പഠിച്ചു. ഏതാണ്? എ ഡോട്ട് ബി മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റയാണ്. ആംഗിൾ ഇല്ലാതെ തന്ന് ആംഗിൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റിന് വേണ്ടി, അല്ലെങ്കിൽ വെറുതെ എ ഡോട്ട് ബി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യുക? 2നെ 1 ആയിട്ട്, 3നെ 1 ആയിട്ട്, 4നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? A1 B1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 3 പ്ലസ് 4 ടൈംസ് 2 8 വരും. ഒറ്റയടിക്ക് ആൻസർ 2 പ്ലസ് 3 5, 5 പ്ലസ് 8 13 വരും. സോ അതാണ് പറഞ്ഞത്, ഇവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിയൽ നമ്പർ ആണെന്ന്. സോ 13 ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? ഇനി ഇതിനകത്ത് തന്നെ അവർ ചോദിച്ചേക്കുവാണ് ഇതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ വി ക്യാൻ ഡു കോസ് തീറ്റ. എന്താ കോസ് തീറ്റയുടെ ഇക്വേഷൻ? ഇതാണ്. എ ഡോട്ട് ബി കണ്ടുപിടിച്ചു. 13 ഡിവൈഡഡ് ബൈ മോഡുലസ് എ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാം, മോഡുലസ് ബി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാം. ക്ലിയർ ആണോ?